എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യ കഥയായ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ് എന്ന കഥയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ ആ കഥയുടെ ഒരു സംഗ്രഹം നിങ്ങളുടെ മാതൃഭാഷയിൽ തന്നെ തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേട്ടതിന് ശേഷം കയ്യിലുള്ള പാഠപുസ്തകത്തിൽ നിന്നും ആ കഥ ആദ്യാവസാനം വരെ ഒന്ന് വായിക്കുക. നിങ്ങൾക്ക് പ്രയാസമുള്ള വാക്കുകൾ, മനസ്സിലാക്കാത്ത വാക്കുകൾ, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ കഴിയാത്ത വാക്യങ്ങൾ എന്നിവ ഒരു ബുക്കിൽ കുറിച്ച് വയ്ക്കുക. അതിൻ്റെ ശരി ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ടും ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക, ഉത്തരം അയച്ചു തരുന്നതാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു അഭ്യർത്ഥനയുണ്ട്. ഞങ്ങളുടെ പ്രോത്സാഹനം നിങ്ങളാണ്. സമയക്കുറവിനുള്ളിലും സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ട്യൂഷൻ ഫീസ് കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒരു കുട്ടിക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ ഞങ്ങൾ ധന്യരായി. അതുകൊണ്ട് തന്നെ ആ കുട്ടികളിലേക്ക് ഈ ചാനൽ എത്തുന്നിടം വരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. ലോകപ്രശസ്തനായ കൊളംബിയൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനും എഡിറ്ററും പ്രസാധകനും രാഷ്ട്രീയ പ്രവർത്തകനുമാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ്. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഗബ്രിയേൽ ജോസ് ദെ ലാ കോൺകോർദിയ ഗാർസിയ മാർക്വേസ് എന്നാണ്. 1982 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇദ്ദേഹത്തിനാണ്. സ്പാനിഷ് ഭാഷയിൽ 1967 ഇദ്ദേഹം എഴുതിയ 100 Years of Solitude, അതായത് ഏകാന്തതയുടെ 100 വർഷങ്ങൾ, 36 മില്യൺ കോപ്പികൾ വിറ്റഴിഞ്ഞ നോവലാണ്. മാർക്വേസിൻ്റെ രചനകളെല്ലാം തന്നെ വളരെയധികം ജനപ്രീതി നേടിയിട്ടുള്ളതാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിനെ മാജിക്കൽ റിയലിസത്തിൻ്റെ പിതാവ് എന്ന് കരുതുന്നു. സൂപ്പർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളെ സംഭവിച്ചതാണെന്ന തോന്നൽ അനുവാചകരിൽ ഉണ്ടാക്കുന്ന തരത്തിൽ സാഹിത്യ സൃഷ്ടികൾ നടത്തുക എന്നത് അദ്ദേഹത്തിന് ഏറെ ജനപ്രീതി നേടിക്കൊടുത്ത കാര്യമാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിൻ്റെ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ് എന്ന കഥ മനുഷ്യപ്രകൃതിയുടെയും വിശ്വാസത്തിൻ്റെയും നമ്മുടെ അറിവിനപ്പുറമുള്ള ബന്ധത്തിൻ്റെയും സങ്കീർണതകളെ പര്യവേക്ഷണം ചെയ്യുന്ന ഒരു ചിന്തോദ്ദീപകമായ കഥയാണ്. ആകാശത്ത് നിന്ന് പെലായോയുടെയും എലിസൻ്റെയുടെയും വീടിൻ്റെ മുറ്റത്ത് വീണ വലിയ ചിറകുള്ള ഒരു വൃദ്ധനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ. തുടക്കത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആ വൃദ്ധനെ പിന്നീട് ഒരു അയൽക്കാരൻ ഒരു മാലാഖയായി തിരിച്ചറിയുന്നു. ദൈവിക സ്വഭാവമുള്ളതായി കരുതപ്പെടുന്ന മാലാഖയെ ഒരു കൗതുകമോ വിചിത്ര സ്വഭാവമോ ഉള്ള ആളായിട്ടാണ് കാണുന്നത്. ആളുകൾ കാണാൻ ഒഴുകിയെത്തുകയാണ്. പെലായോയും എലിസൻ്റെയും ഈ സാഹചര്യം മുതലെടുക്കുകയാണ്. അവർ ആളുകളിൽ നിന്നും പണം വാങ്ങിയതിന് ശേഷം ആ വിചിത്ര മനുഷ്യനെ കാണാൻ അനുമതി കൊടുക്കുന്നു. കാലം കഴിയുന്തോറും അദ്ദേഹം പലവിധ അപമാനങ്ങൾക്ക് വിധേയനാകുന്നുണ്ട്. ആര്? ഈ വൃദ്ധൻ, ആ ഓൾഡ് മാൻ. അദ്ദേഹത്തിൻ്റെ ക്ഷമയും സഹിഷ്ണുതയും ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ദൈവികതയുടെ മനുഷ്യവൽക്കരണത്തെ ഈ കഥ എടുത്തു കാണിക്കുകയാണ്. കാരണം മാലാഖയുടെ മനുഷ്യ സമാനമായ പോരായ്മകളും ദുർബലതകളും മാലാഖമാരെക്കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്നു. പറക്കാനുള്ള ആ വൃദ്ധൻ്റെ ശ്രമങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന പരിക്കുകളും എല്ലാം മറ്റുള്ളവരുടെ സഹതാപം തോന്നുന്നതിന് കാരണമായി. ഇതുകൂടാതെ ആളുകൾ അദ്ദേഹത്തെ കല്ലെറിയുന്നു, അദ്ദേഹത്തിൻ്റെ തൂവൽ പിഴുതെടുക്കുന്നു. ഇത്തരം ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും വളരെയധികം ക്ഷമയും സഹിഷ്ണുതയുമാണ് അദ്ദേഹം കാട്ടിയത്. മാതാപിതാക്കളെ അനുസരിക്കാത്തതിന് ഒരു സ്ത്രീ ചിലന്തിയായി മാറി. ആ സ്ത്രീയെയും കൊണ്ട് മറ്റൊരു മാജിക് ഷോക്കാർ ഇങ്ങനെ കൊണ്ടുവരികയാണ്. വളരെ ഫീസ് കുറവുണ്ട്, ഇവിടെ വാങ്ങിക്കുന്ന ഫീസിനേക്കാൾ കൂടുതൽ, അതെന്തുമായിക്കോട്ടെ. പക്ഷേ പുതിയ ഒന്നിനെ കണ്ടപ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോകുന്ന ആ പ്രവണത ഇവിടെയും കാണുന്നു. അപ്പോൾ നഗരവാസികൾക്ക്
അവർ മാലാഖ എന്ന് വിശേഷിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന ആ വൃദ്ധ മനുഷ്യനുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു. ഇപ്പോൾ അവർ ആരുടെ കൂടെ? ആ ചിലന്തിയായി മാറിയ പെൺകുട്ടിയുടെ കൂടെയാണ്. അസാധാരണമായ ഒന്നിനോടുള്ള മനുഷ്യൻ്റെ ആകർഷണമാണ് ഇതൊക്കെ. എല്ലാം ആ ആകർഷണമെല്ലാം ക്ഷണികമാണ് എന്ന് ഈ കഥയിലൂടെ നോവലിസ്റ്റ് എടുത്തു കാണിക്കുകയാണ്. മാലാഖയുടെ അത്ഭുതങ്ങൾ സംശയത്തിനും നിരാശയ്ക്കും ഇടയാക്കുമ്പോൾ ചിലന്തി സ്ത്രീയുടെ ദുരന്തകഥ നഗരവാസികളെ ആകർഷിക്കുന്നു. മനുഷ്യ സ്വഭാവത്തിൻ്റെ സങ്കീർണതകളെയും വസ്തുവിനേക്കാൾ കാഴ്ചയ്ക്ക് മുൻഗണന നൽകുന്ന നമ്മുടെ പ്രവണതകളെയും ഈ കഥയിലൂടെ വരച്ചു കാട്ടുന്നു. ആത്യന്തികമായി മാലാഖയുടെ വേർപാട് ഒരു വികാരഭരിതമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എലിസണ്ട ആ വൃദ്ധരൂപം പറന്നുയരുന്നതും നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആകാശവീഥികളിൽ ആ വൃദ്ധ മനുഷ്യൻ അപ്രത്യക്ഷനാകുകയാണ്. ഈ രംഗം ദൈവികതയുടെയും മനുഷ്യാനുഭവത്തിൻ്റെ അവ്യക്തമായ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നു. വിശ്വാസം, അത്ഭുതം, അജ്ഞാതം, അതായത് സൂപ്പർ നാച്ചുറൽ എന്നിവയെക്കുറിച്ചുള്ള സ്വന്തം ധാരണകളെ അഭിമുഖീകരിക്കാൻ മാർക്വേസിൻ്റെ ഈ കഥ വായനക്കാരോട് ആവശ്യപ്പെടുകയാണ്. ഈ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, അതായത് വലിയ ചിറകുകളുള്ള ഒരു പടുവൃദ്ധൻ എന്ന ഈ കഥ മനുഷ്യപ്രകൃതി, വിശ്വാസം, മനുഷ്യാനുഭവത്തിൻ്റെ സങ്കീർണതകൾ എന്നിവയുടെ ഒരു മികച്ച ഉദാഹരണമാണ്. മാലാഖയുടെ കഥയിലൂടെ മനുഷ്യ പെരുമാറ്റത്തിൻ്റെ സങ്കീർണതകളിലേക്ക് മാർക്വേസ് വെളിച്ചം വീശുന്നു. ദൈവികതയുടെ സ്വഭാവം ഗ്രഹിക്കാൻ പാടുപെടുന്നതിനിടയിൽ അത്ഭുതവും ജിജ്ഞാസയും മുതലാക്കുവാനുള്ള നമ്മുടെ ആ പ്രവണത ഈ കഥയിലൂടെ കഥാകാരൻ എടുത്തു കാണിക്കുന്നു. ഇനി നമുക്ക് ഈ ക്യാരക്ടർ സ്കെച്ചൊക്കെ നോക്കാം. ഈ പാഠത്തിൽ 3 പേരുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് പഠിക്കേണ്ടത്. ക്യാരക്ടർ സ്കെച്ചിന് 6 മാർക്കാണ് ഉള്ളതെന്ന കാര്യം വിസ്മരിക്കരുത്. ആദ്യം നമുക്ക് എലിസണ്ടയുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. എലിസണ്ട പ്രായോഗികതയും സംരംഭകത്വ മനോഭാവമുള്ള ഒരു സ്ത്രീയാണ്. അവർ അതിസമർത്ഥയും ദൃഢനിശ്ചയമുള്ളവളാണ്. മറ്റുള്ളവരുടെ ജിജ്ഞാസ മുതലെടുത്ത് ചിറകുള്ള വൃത്തനെ കാണാൻ കാണികളിൽ നിന്നും പണം ഈടാക്കാനുള്ള അവരുടെ തീരുമാനത്തിൽ നിന്ന് വ്യക്തമാണ് അവരിലെ സംരംഭകത്വ മനോഭാവം. എലിസണ്ടയുടെ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത് അവൾ സ്വാർത്ഥ താല്പര്യവും സാമ്പത്തിക സ്ഥിരതയ്ക്കുള്ള ആഗ്രഹവും മുന്നോട്ട് കൊണ്ടുപോകുന്നവളാണെന്നാണ്. മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള അവളുടെ ശ്രമങ്ങളിൽ ഇത് കാണാം. വൃദ്ധനോടുള്ള അവളുടെ പെരുമാറ്റം അവർക്ക് സാമ്പത്തികമായി വളരെയധികം പ്രയോജനകരമായിരുന്നു. തൻ്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള ഒരു മാർഗമായി മാത്രം അവർ ആ വൃദ്ധനെ കാണുന്നു. ഇതൊക്കെയാണെങ്കിലും അവൾ തൻ്റെ കുടുംബത്തോട്, പ്രത്യേകിച്ച് തൻ്റെ കുട്ടിയോട് കുറച്ച് കരുതൽ കാണിക്കുന്നു. എലിസണ്ടയുടെ കഥാപാത്രം പ്രായോഗികത, അവസരവാദം, മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകൾ ഇവയെല്ലാം എടുത്തു കാണിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ട ക്യാരക്ടർ സ്കെച്ച് പെലായോയുടെയാണ്. പലവിധ സ്വഭാവങ്ങളുള്ള ഒരു സങ്കീർണ കഥാപാത്രമാണ് പെലായോ. പ്രായോഗികതയും നേരായ സ്വഭാവമുള്ള അദ്ദേഹം ചിറകുള്ള ആ വൃദ്ധനെ ഒരു അത്ഭുതമായിട്ടല്ല, മറിച്ചൊരു ശല്യമായിട്ടാണ് കാണുന്നത്. ഭാര്യ എലിസണ്ടയുടെ സ്വാധീനത്താൽ അദ്ദേഹം അവരുടെ തീരുമാനങ്ങൾക്കൊപ്പം പോകുന്നു എന്ന് മാത്രം. വൃദ്ധനെ കാണാൻ പണം വാങ്ങി അനുമതി നൽകുന്നത് മൂലം അത് അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നു. പ്രായോഗികത ഉണ്ടായിരുന്നിട്ടും പെലായോ വൃദ്ധനോട് അനുകമ്പ കാണിക്കുന്നു. സൂക്ഷ്മമായ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാൻ കഴിയും. പ്രായോഗിക ബുദ്ധിയും വൈകാരികമായ അടുപ്പവും ആഴവും ഒക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തെ ഒരു ചലനാത്മക കഥാപാത്രമാക്കി മാറ്റുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ക്യാരക്ടർ സ്കെച്ച് വൃദ്ധൻ്റേതാണ്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന ചിത്രത്തിലെ വൃദ്ധൻ സങ്കീർണമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വലിയ ചിറകുകളുണ്ട്, പക്ഷേ അതിദുർബലനാണ്. വിവിധ അപമാനങ്ങൾക്ക് വിധേയനായിട്ടും അദ്ദേഹം ക്ഷമയും പ്രതിരോധ ശേഷിയും നിലനിർത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിഗൂഢ സ്വഭാവവും അജ്ഞാതമായ ഉത്ഭവവും അദ്ദേഹത്തിൻ്റെ നിഗൂഢ സ്വഭാവത്തിന് ആക്കം കൂട്ടുന്നു. പറക്കലും രോഗവുമായുള്ള വൃദ്ധൻ്റെ പോരാട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ മനുഷ്യ സമാനമായ ബലഹീനതകളെ എടുത്തു കാണിക്കുന്നു. യാതൊരുവിധ പ്രതികരണവുമില്ലാതെ മോശമായ പെരുമാറ്റങ്ങളെല്ലാം സഹിച്ചു. ഈ കഥാപാത്രത്തിലൂടെ മാലാഖമാരെക്കുറിച്ചുള്ള ആ പരമ്പരാഗത സങ്കല്പങ്ങളുണ്ടല്ലോ, അതിനെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദൈവികതയെക്കുറിച്ചുള്ള മനുഷ്യരാശിയുടെ ധാരണയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ
തന്നിരിക്കുന്ന എസ്സേയിൽ നിന്നും കണ്ടെത്തുവാൻ ശ്രമിക്കുക. കണ്ടെത്തിയ ഉത്തരം ഞങ്ങൾക്ക് അയച്ചു തരാൻ മറക്കരുത്. ഇവിടെ ലഭിക്കുന്ന മുറയ്ക്ക് അത് തെറ്റ് തിരുത്തി ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ഇത് പാസേജ് റൈറ്റിങ്ങിനുള്ള ഒരു എക്സസൈസ് കൂടിയാണ്. എല്ലാവരും തന്നിരിക്കുന്ന എസ്സേയും ക്യാരക്ടർ സ്കെച്ചും പഠിച്ച് കാണാതെ എഴുതി നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്തരം ഒരു രീതി നമ്മൾ ക്ലാസ്സിൽ അവലംബിച്ചത് ഈ മലയാള തർജ്ജമ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പാഠം വായിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആ ഭാഷയോടൊരു അടുപ്പം തോന്നും. അതിനു വേണ്ടിയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് രീതിയാണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഏത് രീതിയിലാണ് എന്ന് അറിയിക്കുക. മറ്റൊന്ന്, വീഡിയോ ആക്കുന്നതിനാണ് ഇത്രയും എളുപ്പത്തിലും നമ്മൾ പറഞ്ഞു പോകുന്നത്. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വീഡിയോ കണ്ട് അതിലെ അർത്ഥങ്ങളെ ഗ്രഹിച്ച് പഠിക്കുക എന്നാണ് നമ്മളിവിടെ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കൂടുതൽ നേരം വീഡിയോയിൽ നോക്കി നിൽക്കുന്നത് പല കുട്ടികൾക്കും കണ്ണിന് അസുഖമാണ്, പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് നിങ്ങളുടെ ഇത്തരം വർക്കുകളിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഉള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യാം എന്ന ലക്ഷ്യവും നമുക്കിതിനോട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.